ഹായ് ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്ന കഥയാണ്. കഥ കേട്ട് കുപ്രസിദ്ധ കൊള്ളത്തല്ലവൻ ഡാക്കാ സിംഗും സഹായിയും. ഈ സത്രത്തിൽ അല്പം വിശ്രമിച്ചിട്ട് പോകാം. ശരിയാ, ഈ ഉൾനാടൻ സത്രത്തിൽ പോലീസ് എത്തില്ല. കഴിക്കാനും കുടിക്കാനും വല്ലതും കൊണ്ടുവാടാ. എല്ലാം തീർന്നു പോയി ഠാക്കൂർ. തർക്കുത്തരം പറയുന്നോ? വേഗം പോയി ചപ്പാത്തിയും പരിപ്പ് കറിയും ഉണ്ടാക്ക്. ഉവ്വേ. ആ സമയം ആരാട് നീ? കുറേ ദൂരത്തിൽ നിന്ന് വരുന്നതാണ്. ഗ്രാമവാസിയാ. നീ എന്തിനാ ഇവിടെ വന്നത്? അതൊരു വലിയ കഥയാ. ശരി, കഥ കേൾക്കാം. നേരം പോക്കാകുമല്ലോ. പശുവിനെ വളർത്തുന്നവനാണ് ഞങ്ങൾ. അധ്വാനിച്ച് നല്ല നിലയിൽ കഴിയുകയായിരുന്നു. ഒരു നാൾ കൊള്ളക്കാരെത്തി. അവർ എല്ലാം കൊള്ളയടിച്ചു. വീടുകൾക്ക് തീയിട്ടു. ഞാൻ അന്ന് ദൂരെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ ബന്ധുക്കളെല്ലാവരും പല നാടുകളിലേക്ക് രക്ഷപ്പെട്ടു ഓടിപ്പോയി. ഞാൻ മാത്രമായി. ഹിഹി. വീടുണ്ടാക്കാനും പശുക്കളെ വാങ്ങാനും പണം വേണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഓഹോ, ദൂരെ ആ മലയിടുക്കിൽ പോയി മരിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാ. അഹഹ, നല്ല കഥ. നിന്റെ ബാഡത്തിൽ എന്താ? കുറച്ച് ചപ്പാത്തിയാ, കുടിക്കാൻ പാലും. നന്നായി, അതിങ്ങെടുക്ക്. അയ്യോ അയ്യോ, അതെടുക്കല്ലേ. അത് നല്ല രുചിയാണല്ലോ. ഇനി ഇത്തിരി പാല് കുടിക്കാം. അരുതേ, അതെനിക്ക് വേണം. ഞാൻ മരിക്കാൻ വേണ്ടി അതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അയ്യോ, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോടാ. കഥ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. കൊള്ളത്തല്ലവനെ പിടിച്ചത് കൊണ്ടതിന് 5 ലക്ഷം രൂപ എനിക്ക് ഇന്നാം കിട്ടും. താങ്ക് യു ഗായ്സ്.